നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. അർബുദം അഥവാ ക്യാൻസർ എന്ന് കേട്ടാൽ പേടിക്കാത്ത ആൾക്കാരുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിത്തരിച്ച് ജീവച്ഛവമാകുന്ന ആൾക്കാരാണ് കൂടുതലും. ഈ ക്യാൻസർ തടയാൻ, വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്നത് ചെയ്താൽ ഇന്നത് വരില്ല എന്ന് പറയാൻ ഡോക്ടർമാർക്കാർക്കും പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് വ്യത്യാസമാണ്. സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും തടയാൻ പറ്റുന്ന ഒരു ക്യാൻസർ രോഗമുണ്ട്. അതെന്താണെന്നല്ലേ? ഗർഭപാത്രത്തിൻ്റെ മുഖത്ത്, ഗർഭാശയ മുഖം അഥവാ സെർവിക്സിൽ വരുന്ന ക്യാൻസർ തടയാനായിട്ട് നമുക്കിന്ന് മാർഗങ്ങളുണ്ട്. ഒരു ക്യാൻസർ തടയണമെങ്കിൽ അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കത് തടയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാൻസർ സെർവിക്സ് ഉണ്ടാകാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ലെങ്കിൽ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ നിസ്സംശയം കണ്ടുപിടിച്ചിട്ടുണ്ട് ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഒരു വൈറസ് ആണ് എന്ന്. ഹ്യൂമൻ പാപ്പിലോമ എന്ന് പറയുന്ന ഒരു വൈറസ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എങ്ങനെയാണ് സ്ത്രീകളുടെ ഗർഭാശയ മുഖത്തെ ബാധിക്കുന്നത്? അത് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇടയിൽ വളരെ അധികമുള്ള ഒരു വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏത് പുരുഷനും സ്ത്രീക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വരാം. ഒരു 200-ൽ കൂടുതൽ തരത്തിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്. എല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നതല്ല. ക്യാൻസർ ഉണ്ടാക്കുന്നത് 200-ൽ ഒരു 14-15 എണ്ണം മാത്രമാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതിനകത്ത് HPV, ചില പ്രത്യേക നമ്പറുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ല, അഥവാ HPV വൈറസ് ആണ് ഈ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് രോഗം വരും എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ക്യാൻസർ വരണ്ടേ? ഇല്ല, എല്ലാവർക്കും ക്യാൻസർ വരില്ല. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സ്ത്രീകൾക്ക് 80% പേർക്കും കിട്ടുമെങ്കിലും ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തനിയെ തന്നെ അവിടെ നിന്ന് ക്ലിയർ ആയി പോകുന്നതാണ് നമ്മൾ കാണുന്നത് 85% സ്ത്രീകളിലും. പിന്നെയുള്ള ഒരു 10-15% സ്ത്രീകളിലാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആ സെർവിക്സിലെ കോശങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വ്യത്യാസങ്ങൾ ക്യാൻസറായി തീരാൻ ഒരു 10-15 വർഷം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കയറിക്കഴിഞ്ഞാൽ എല്ലാവരിലും അത് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല. അത് ക്യാൻസർ ഉണ്ടാക്കുന്നവരിൽ തന്നെ ഒരു 10-15 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ടാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കോശങ്ങളിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്ന വ്യത്യാസം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെറിയ മാർഗങ്ങൾ ഉപയോഗിച്ച്, അതായത് രാവിലെ വന്ന് വൈകുന്നേരം പോകത്തക്ക വിധം ചെറിയ ശസ്ത്രക്രിയ ചെയ്ത് നമുക്ക് ഈ ഭാഗത്തെ കേടുപാടുകൾ തീർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ആ ടെസ്റ്റ് വളരെ ലളിതമാണ്. സ്ത്രീകൾ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണാൻ വരികയേ വേണ്ടൂ. സാധാരണ ഒരു ഉള്ളു പരിശോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് നിന്ന് തികച്ചും വേദനാരഹിതമായി, ലളിതമായി, വലിയ കാശ് ചെലവൊന്നുമില്ലാതെ തന്നെ പാപ്സ്മിയർ എന്ന ഈ ടെസ്റ്റ് എടുക്കാം. പാപ്സ്മിയറിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കൊരു 3-4 ദിവസത്തിനകം അറിയുകയും ചെയ്യാം. അതിനകത്ത് കോശങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, ക്യാൻസർ ആകാൻ പാകത്തിന് വ്യത്യാസം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ചികിത്സിച്ച് മാറ്റുകയും ചെയ്യാം. പക്ഷേ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കോശങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഈ ഗർഭപാത്രത്തിൻ്റെ മുഖത്തെ ബാധിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇതിനെ നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയും, പ്രാഥമികമായ തടയൽ. അതിനും മാർഗങ്ങളുണ്ട്. ഈ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് എന്ന് നമുക്ക് അറിയാം എന്നിരിക്കെ, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസിന് എഗൻസ്റ്റായിട്ട് പ്രതിരോധമായിട്ട് നമ്മളൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫലവത്തായ 99%-ൽ കൂടുതൽ ഫലവത്തായ ഒരു വാക്സിനാണ്. ഈ വാക്സിൻ സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ അവർക്ക് കൊടുത്തിരിക്കണം. അതായത് 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള
പെൺകുട്ടികൾക്കാണ് നമ്മൾ ക്യാൻസർ സെർവിക്സ് വരാതിരിക്കാനായിട്ട് ഇത് കൊടുക്കുന്നത്. അത് 1-2 ഡോസ് മതിയാവും. ഇപ്പോൾ 21 വയസ്സ് വരെയും നമ്മളത് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ സ്ഥിതി വളരെ വ്യത്യാസമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ സെർവിക്സ് രോഗികൾ ഉള്ളത് ഇന്ത്യയിലാണ് എന്നിരിക്കെ ഈ വാക്സിൻ പെൺകുട്ടികൾക്ക് 20 വയസ്സ് വരെയും എടുക്കാൻ സാധിക്കും. അടുത്തുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുകയേ വേണ്ടൂ. ഇത് നമ്മളുടെ ഭാരത സർക്കാരും കേരള സർക്കാരും ഒക്കെ അംഗീകരിച്ച വാക്സിനാണ്. അപ്പോൾ അമ്മമാരെന്താണ് ചിന്തിക്കുന്നത്? മക്കൾ വലുതായി കഴിയുമ്പോൾ തങ്ങളുടെ പെൺകുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർക്കൊരു മാരകമായ ക്യാൻസർ പിടിപെടാതിരിക്കാൻ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുകയേ വേണ്ടൂ. അടുത്തുള്ള ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവർക്ക് HPV വാക്സിൻ വേണം എന്ന് പറയുകയേ വേണ്ടൂ. എല്ലായിടത്തും എല്ലാ ആശുപത്രികളിലും ഇതിപ്പോൾ ലഭ്യമാണ്. അതിൻ്റെ വില തൽക്കാലം കുറച്ച് കൂടുതലാണ്. ഒരു ഇഞ്ചക്ഷന് 2000 രൂപ വരും. അങ്ങനെ 2 ഇഞ്ചക്ഷൻ. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെലവാക്കുന്നത്? അവരുടെ ഒരു ഡ്രസ്സിന് തന്നെ നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? അവരുടെ ഷൂസ്, മേക്കപ്പ്, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വില വളരെ ഇതിലും വലിയ കൂടുതലല്ലേ? അപ്പോൾ മാരകമായ ഒരു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന ഒരു കാശ് തീർച്ചയായിട്ടും ഫലവത്തായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ അവനവൻ്റെ പെൺകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻസർ സെർവിക്സ് പ്രതിരോധമായി HPV വാക്സിൻ എടുക്കണം. ഇനി ആൺകുട്ടികൾക്കോ? തീർച്ചയായിട്ടും HPV വാക്സിൻ ക്യാൻസർ സെർവിക്സ് മാത്രമല്ല ഉണ്ടാക്കുന്നത്. നമ്മളുടെ വായിലെയും തൊണ്ടയിലെയും, പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ അവരുടെ പെനിസ്, ലൈംഗിക അവയവത്തിനും ക്യാൻസർ ഉണ്ടാക്കുന്നതിന് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കാരണമാണ്. അതുകൊണ്ട് ആൺകുട്ടികൾക്കും ഈ വാക്സിൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു മാരകമായ ഒരു ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ബുദ്ധിപൂർവ്വം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ കൊടുക്കണം. നന്ദി, നമസ്കാരം.